Hello friends, it's me Niyaz Talapil. Welcome to another video of my channel. അപ്പോൾ നമ്മൾ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലെയുള്ള കേടായ മൊബൈൽ ചാർജറുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വെറും 5 രൂപയ്ക്കുള്ളിൽ എങ്ങനെ നമുക്ക് ശരിയാക്കാം എന്നാണ് നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഏകദേശം 2 വർഷമായി ഞാൻ എൻ്റെ ഹുവാവേയുടെ ഒറിജിനൽ മൊബൈൽ ചാർജർ ഉപയോഗിക്കുന്നു. അങ്ങനെ പെട്ടെന്നൊരു ദിവസം ചാർജർ കേടുവന്നു. അങ്ങനെ ഞാൻ വേഗം അടുത്തുള്ളൊരു ഷോപ്പിൽ പോയിട്ട് ഒരു ചാർജർ വാങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ ചാർജറിൻ്റെ സ്പെസിഫിക്കേഷൻ പോലെയുള്ള സെയിം ചാർജർ, അതായത് 5 വോൾട്ട് 1 ആംപ്സിൻ്റെ ചാർജറായിരുന്നു എൻ്റെ ഹുവാവേയുടെ ചാർജർ. അതേ സ്പെസിഫിക്കേഷനുള്ള ഒരു ചാർജറായിരുന്നു വാങ്ങിയിരുന്നത്. പക്ഷേ എനിക്ക് ചാർജ് ചെയ്തിട്ട് ഒരു സ്റ്റാറ്റിസ്ഫിക്കേഷൻ കിട്ടുന്നില്ല, പെട്ടെന്ന് ചാർജ് ആവുന്നില്ല, അതുപോലെ ഓവർ ഹീറ്റ് ആവുന്നു, ഇങ്ങനെയുള്ള പല ഇഷ്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ചാർജർ ഒന്ന് നന്നാക്കാൻ ഞാൻ ഡിസൈഡ് ചെയ്തു. അങ്ങനെ ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പം ഹുവാവേയുടെ ചാർജറുകൾ എന്ന് പറയുന്നത് ഒരു ടൈറ്റഡ് പാക്കാണ്. അതുകൊണ്ട് തന്നെ എനിക്കത് കട്ട് ചെയ്യേണ്ട ഒരവസ്ഥയാണ് വന്നത്. അങ്ങനെ ഞാനത് വളരെ സിമ്പിളായിട്ട് ഞാനത് ശരിയാക്കി. അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ പറയാം. ഹുവാവേയുടെ ഈ ഒരു ചാർജർ തുറക്കാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു. കാരണം ഇതൊരു ഗം ചെയ്തിട്ടൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് ഞാൻ ആക്സോണൊക്കെ ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതാണ് നമ്മുടെ ഒരു ചാർജിങ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പം ഇതൊരു ക്ലോസ്ഡ് ലൂപ്പ് സർക്യൂട്ടാണ്. സർട്ടൻ ഡയോഡ്സും കുറച്ച് IC ഒക്കെ ഉണ്ട് ഇതിൽ. അപ്പം നമുക്ക് ആദ്യം നമ്മൾ ഇലക്ട്രോണിക്സ് കോമ്പണൻസിൽ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കപ്പാസിറ്റേഴ്സ് ആണ് നോക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ അടിച്ചു പോകാൻ സാധ്യതയുള്ള കപ്പാസിറ്റേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ കപ്പാസിറ്റേഴ്സിനൊന്നും ഒരു ഇഷ്യൂ ഇല്ല. അല്ലാതെ തന്നെ ഇവിടെ നമുക്ക് ഏകദേശം 3 ICകളുണ്ട്. അപ്പോൾ ICകളൊക്കെ ചെറിയ ഡാമേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ എനിക്ക് നോക്കിയപ്പം ഇവിടെ ഒരു റെസിസ്റ്റർ ആണ് ഒരു ബ്ലാക്ക് കളറിലായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇതൊരു 5 കളർ റെസിസ്റ്റർ ആണ്. അപ്പം ഓൺലൈനിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പം ഇതൊരു ചൈനീസ് കളർ കോഡാണ് വരുന്നത്. അപ്പം നമ്മൾ നോർമലായിട്ട് 4 കളർ റെസിസ്റ്റേഴ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യാറുള്ളത്. 3 കളറും ഒരു ടോളറൻസും. ഞാനിത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കൊരു വാല്യൂം ഡിറ്റക്ട് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ തന്നെ എനിക്ക് പകുതി ഐഡിയ മനസ്സിലായി, കാരണം ഈ ഒരു റെസിസ്റ്ററിന് എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് എന്നുള്ളത്. അപ്പം എനിക്ക് ഇതിൻ്റെ കളർ കോഡ് ഐഡൻറ്റിഫൈ ചെയ്യാനായിരുന്നു കുറച്ച് കഷ്ടപ്പാട്. അപ്പം നിങ്ങൾ കാണാം ഈ ഒരു റെസിസ്റ്റർ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി. അങ്ങനെ ഗൂഗിൾ ചെയ്ത് നോക്കിയ സമയത്ത് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് കിട്ടി. അപ്പം ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ഡീസോൾഡർ ചെയ്യാണ്. ഞാനിവിടെ വിക്കി യൂസ് ചെയ്തിട്ടാണ് ഡീസോൾഡർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഇതിലൊരു എക്സ്പേർട്ട് അല്ല, നിങ്ങൾക്ക് സോൾഡറിങ് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ റെസിസ്റ്ററുമായിട്ടൊരു കടയിൽ പോകാന്നുണ്ടെങ്കിൽ അവർ 10 രൂപയോ 20 രൂപയോ മാക്സിമം വാങ്ങുള്ളൂ. 10 രൂപയും വാങ്ങുന്നവർ കഷ്ടമാണ്. അപ്പം ഫ്രീ ആയിട്ട് തന്നെ അധികം ആളുകളും ചെയ്തു തരും. അപ്പം നിങ്ങളൊന്ന് പോയി നോക്കുക. അപ്പം ഒരു സോൾഡറിങ് ഇലക്ട്രോണിക്സ് താല്പര്യമുള്ള ഒരാൾക്ക് ഏറ്റവും ബേസിക് ആയിട്ട് ഒരു സോൾഡറിങ് അയൺ ആവശ്യമാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് റിമൂവ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതൊരു 5 കളർ റെസിസ്റ്റർ ആണ്. അപ്പോൾ ഇവിടെ തന്നെ മെൻഷൻ ചെയ്തിരുന്നു 10R, അതായത് 10 ohm 1 wattsന്റെ ഒരു റെസിസ്റ്റർ ആണെന്ന്. അപ്പോൾ ഞാൻ ഈ റെസിസ്റ്ററിനെ കുറിച്ച് ഞാൻ തപ്പി. ഏകദേശം 1 രൂപയാണ് റെസിസ്റ്ററിന് വരുന്നത്. അപ്പം ഈ ഒരു റെസിസ്റ്റർ എന്ന് പറയുന്നത്, ഇതിൻ്റെ പേര് ലൈൻ റെസിസ്റ്റർ എന്നാണ്. അപ്പം ഈ ഒരു റെസിസ്റ്റർ ആണ് നമ്മുടെ വോൾട്ടേജ് സർജസ് അതുപോലെ ഓവർ വോൾട്ടേജിനൊക്കെ തടുത്തിട്ട് നമ്മുടെ ചാർജറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒരു സോൾഡർ ചെയ്യാണ്. അപ്പം ഏതൊരു ചാർജറിലും ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു റെസിസ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റെസിസ്റ്റർ മാറ്റുന്നതോടുകൂടി നമ്മുടെ ചാർജറിന്റെ ഇഷ്യൂ സോൾവ് ആകുന്നതാണ്. അപ്പം ഞാൻ ഈ ഒരു ജസ്റ്റ് സോൾഡർ ചെയ്ത് നോക്കി. അപ്പം ജസ്റ്റ് ഫസ്റ്റ് ഒരു ടെസ്റ്റിംഗ് ആയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് നല്ല പെർഫോമൻസിൽ തന്നെ എൻ്റെ പഴയ ചാർജർ എനിക്ക് തിരിച്ചു കിട്ടി. അപ്പം കാണാൻ കുറച്ച് ലുക്കിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ, പക്ഷേ പെർഫോമൻസിൽ ഇപ്പോൾ ഒരു മാറ്റമില്ല. അപ്പം ഇതേപോലെ തന്നെ ഞാൻ ഹുവാവേയുടെ മറ്റൊരു ചാർജർ ഉണ്ടായിരുന്നു, കംപ്ലൈൻ്റ് ആയിട്ട് ഒഴിവാക്കിയ ഒരു ചാർജർ. അപ്പം അതും തുറന്നു നോക്കിയപ്പം അതിനും ഈ ഒരു സെയിം ഇഷ്യൂ തന്നെയാണുള്ളത്. അപ്പം ഞാൻ ഹുവാവേ മാത്രമല്ല മറ്റു ചാർജറുകൾ, ജിയോണിയുടെ ഒരു ഫോണും ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഏത് ചാർജറിനായാലും ഈ ഒരു ലൈൻ റെസിസ്റ്റർ ആയിരിക്കും കൂടുതലായിട്ട് കംപ്ലൈൻറ്റ് വരിക. അപ്പം നിങ്ങൾക്ക് സിമ്പിളായിട്ട് മാറ്റാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ മൊബൈൽ ചാർജറൊക്കെ ശരിയാക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു കിടിലൻ വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.